പ്രജൻ നമ്മളെ ഇപ്പൊ മറ്റൊരു പ്രേക്ഷക നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. വീണ ദുബായിൽ നിന്നാണെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ പറയുന്നത്. കീർത്തന അങ്ങനെ പറയുന്നു അല്ലേ? നോക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നു. യെസ്, എനിക്ക് തോന്നുന്നു വീണയുടെ കൂടെ വീണയുടെ ഫാമിലിയാണോ? വീണ ഹായ്. ഹായ് വീണ. കൂടെ ആരൊക്കെയുള്ളത്? ആരൊക്കെയാണത്? ഒരുപാട് പേരുണ്ടല്ലോ. പറയൂ. വാവയൊക്കെ കാണാലോ. വാവയെ കാണാൻ ഞങ്ങളുടെ വീട്ടില് എന്താന്ന് വെച്ചാല് നമ്മുടെ 24 ചാനൽ അല്ലാതെ വേറൊരു ചാനൽ വെക്കത്തില്ല. അപ്പൊ കുട്ടികൾ പറയുന്നത് എന്താ വെച്ചാല് 24 ചാനൽ ഓഫ് ചെയ്ത് കേട്ടോ. അത് ഓൺ ചെയ്ത് തന്നെ കിടന്നോണ്ടേ. 24 ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് ഒരു കാർട്ടൂൺ കാണാനോ ഒന്നും സമ്മതിക്കത്തില്ല. അച്ഛനാണ് അതിന്റെ ഫുൾ ടൈം ഇവിടെ. കുട്ടികളെ വാർത്തകൾ അറിഞ്ഞ് വളരുകയാണല്ലേ? അച്ഛനോട് ഹായ്. ഹായ്. എല്ലാരെയും അറിയാം, കുട്ടികൾക്ക് വരെ എല്ലാരെയും അറിയാം. നാട്ടിലെവിടാ വീണ? നാട്ടിൽ പറഞ്ഞില്ല എവിടെയാണെന്ന്. അല്ല, ചേട്ടന്റെ മക്കള് നെഗറ്റീവായിട്ട് എടുക്കരുത്, തമാശയാണ്, ഒരു കോമഡി ആയിട്ട് എടുക്കുക. മക്കള് പറയുന്നത് എന്താ വെച്ചാൽ ശ്രീകണ്ഠനായരൊന്ന് മരിച്ചു പോണെന്നാ. എന്നാ പിന്നെ ഈ ചാനൽ കേൾക്കുന്നുണ്ടോ കേട്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞ, അത്ര ഈ ചാനലിനോട് അഡിക്റ്റ് ആണ്, ഇത് മാറ്റാനേ സമ്മതിക്കത്തില്ല. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഷോ സാറിന്റെ ഷോ തന്നെയാണോ? ഹാഷ്മി താജ് ഇബ്രാഹിം. ഹാഷ്മിയോട് പറയാം. ഹാഷ്മി കേൾക്കുന്നുണ്ടാവും, പറയാം. നമ്മളും പറയാം. അധികം മനസ്സിലാവാത്തോണ്ട് പൊതുജനം കഴുതല്ല സാർ, ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് അങ്ങനെയാണ്. വീണ നാട്ടിലെവിടെയാന്ന് പറഞ്ഞില്ല. നാട്ടിലെവിടെയാ? നാട്ടില് ഞങ്ങള് ചങ്ങനാശ്ശേരി, കോട്ടയം. വീണ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മുടെ 24ന്റെ പ്രേക്ഷകരാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ നാട്ടിലുള്ളവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടില് ഇപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടോന്ന് അറിയത്തില്ല, കാരണം ഇപ്പൊ അവിടെ ടൈം കഴിഞ്ഞല്ലോ. 11 o'clock. എല്ലാവരോടും അന്വേഷണം. വർത്തനം പറഞ്ഞു തുടങ്ങിയോ? വാവ കേൾക്കുന്നുണ്ടോ നമ്മളെ? വാവേ ഹലോ. ടാറ്റ പറയാമോ? ചാച്ച പറയാമോ? ചാച്ച ഇല്ല. ഒരുപാട് സന്തോഷം വീണ. അപ്പൊ ദുബായിൽ നിന്ന് വീണയാണ് ഇപ്പൊ വിളിച്ചത്. എന്തായാലും വീണ പറയുന്ന പോലെ ഫുൾ ടൈം 24 ഇടുന്ന ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകരുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഈ ചാനലല്ല മറ്റൊരു ചാനൽ വെക്കാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ മറ്റൊരിടത്ത് നാളെ സ്കൂളുണ്ടോ, നാളെ ക്ലാസ് ഉണ്ടോ, നാളെ കോളേജ് ഉണ്ടോ, അങ്ങനെ ആ കമന്റുകൾ മാത്രം ഒരു പട പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തെല്ലാം നേരത്തെ വീണ്ടും പറയുന്ന അതേ കാര്യമാണ്. അങ്ങനെ ഒരു അവധിയൊന്നും എവിടെയും ആരും പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ പഠിപ്പ് മുടക്കും എന്ന് മാത്രമാണ് SFI ASFI ഉള്ള ഇടത് സംഘടനകൾ പറഞ്ഞത്. അതെന്തായാലും കോളേജ് ഇല്ലാണ്ടിരിക്കാൻ സാധ്യതയൊന്നുമില്ല. അപ്പൊ ഇന്ന് എല്ലാവരും നാളെ കോളേജിൽ പോകണം എന്നുള്ള ആ മനസ്സോടെ തന്നെ വേണം ഉറങ്ങാൻ പോവാൻ. ഇനി എല്ലാ ദിവസവും ഉണ്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ നാളെ ക്ലാസ് ഉണ്ടോ. കുട്ടികളെ പഠിക്കാനുള്ള സമയം കൂടിയല്ലേ. കോളേജൊക്കെ രസമല്ലേ. സ്കൂളാണെങ്കിൽ ഈ ലൈഫ് നിങ്ങൾ പിന്നീട് മിസ് ചെയ്യും.